வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். ஓகே, பார்ட் 1 and 2 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 குள்ள போறோம். தானமா? எஸ். അടിച്ചിട്ടാ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കൊണ്ടു വിചാരിക്കുന്ന പോലെയൊന്നല്ല. ഭയങ്കര വേദനയും പൊന്നീച്ച് മറക്കും. നീ എന്റെ അനിയനെ ആളെ വിട്ട് തല്ലിക്കല്ലടി. അയ്യോ, മനസ്സിലാക്കി തരാവടി. സാമലാക്കടാ. Karma is boomerang, bro. கோபிக்கு அழுதுகிட்டே இருக்குப்பா. நான் இவங்களை ஃபர்ஸ்ட் டைம் வந்து ஆட்டோகிராஃப்ல பார்த்தேன்னு நினைக்கிறேன். நானும் മുളക് പൊടി. ഇതെന്താ ഈ ചെയ്യുന്നത്? മുളക് പൊടി മണലും കൂട്ടി തിരുമണം. പട്ടായ ആളിയാ. ഇതൊരു പലഹാരമാടാ. അമ്മയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയാത്തവന്മാർക്ക് വേണ്ടിയുള്ള പലഹാരം. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഏതെങ്കിലും പെമ്പിള്ളേർ ആരെങ്കിലും ഉപദ്രവിച്ചാ പോയി പകരം ചോദിക്കാൻ ഇയാളാരും രജനീകാന്ത. അങ്ങനെ ഏതെങ്കിലും പെമ്പിള്ളേരല്ല എനിക്ക്. അല്ലേ? അല്ല. എന്നാ അങ്ങനെയാ? இல்லடா, அவர் கரெக்டா தான் அண்டர்ஸ்டாண்ட் பண்ணிருக்காரு. இல்ல, அவர் கோபிகாக்கு நினைச்சிட்டாரு. இவர் தங்கச்சிக்காகல பேசுறாரு. கையடா வைக்கிற. இவர்கிட்டயே ப்ராஜெக்ட் அவரே போய் அடிக்கிறாரு. பத்தி இவர் பேசுற வாய்ஸ் வச்சு கொண்டு மாட்டாங்களா? வாய்ஸ் மாடுலேஷன்ல பேசுறாரு. ஆனா எனக்கு அவர் வாய்ஸ் கேக்குதே. அதுவும் பிரச்சனை. கண்ணுல தண்ணி வருது. ஆமா, மிளகா பொடி போட்டா வேற என்ன உள்ளது ഗ്ലൂക്കോസാ വരും. അങ്ങനെ ചോദിക്കാൻ വരുവാണ്. നീ എവിടെയാണെങ്കിലും ഏത് പാതാളത്തിലാണെങ്കിലും വരും. ഇനി എന്തെങ്കിലും പ്രശ്നം നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഞാൻ വരുന്നത് നിന്റെ കഴുത്തറക്കാനായിരിക്കും. ആരാണോ ചോദിച്ചത്? മായാവി. അതിനൊരു സ്ഥലത്തിറങ്ങിയാൽ ആന കരിമ്പം കാട്ടി കയറുന്ന പോലെ ചവിട്ടി മെതിച്ച് മതിച്ച് ഇറങ്ങും. തോട്ടപ്പള്ളി സുരേന്ദ്ര. കഷ്ടം. സിലൗട്ട് കൂടെ അല്ല, ഷാഡോ ഷർട്ട്. അയ്യോ, അറിഞ്ഞില്ലേ? നമ്മുടെ തോട്ടപ്പള്ളിയുടെ സുരേന്ദ്രൻ മുട്ട പണി കിട്ടി. മുട്ട പണി കിട്ടി. സുരേന്ദ്രൻ അയാളുടെ ആഫീസിട്ട് ഇടിച്ച് പഞ്ചറാക്കി. എന്നിട്ട് പോക്കി നിലത്തോട്ടിട്ട് സുഗുണന് കിട്ടിയതിന് കേമോട്ട് കിട്ടിയെന്ന് കേക്കണേ. 2 വാരിയിലും ഫ്രാക്ചേഴ്സ് ഉണ്ട്. തലയുടെ തുന്നിക്കട്ട. ആരാ ഇതൊക്കെ ചെയ്തേ? അതല്ലേ രസം. തല്ല് കൊണ്ടുപോർക്കൂലല്ലേ തല്ലിയതാരാന്ന്. ഒരു വട്ടപ്പേര് മാത്രമേ അറിയൂ. മായാവി காப்பாத்தனது. தோடு நல்லா இருக்கு. കുളിച്ചിട്ടാ വര നീ. എന്റെ വക്കീൽ സാറേ, ഞാൻ സ്ഥലം വിടുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല. ഇപ്പൊ എന്താ മുതലാളിമാർക്ക് നീ താങ്ങാണെങ്കിൽ പാവപ്പെട്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? പറഞ്ഞു വരുമ്പോ പെണ്ണിനെ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് ഞാനും വരുമല്ലോ. ഒരുത്തൻ നേർക്ക് നേരെ വന്നാൽ നേരിടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ഇത് അങ്ങനെയാണോ? ആളും പേരും പറയാതെ പുറകിന്നുള്ള പണിയല്ലേ? കിടക്കുന്ന കിടപ്പ് കണ്ടോ? 1 മുണയും 2 മുണയും ഈ കിടപ്പിൽ സാധിക്കണം. ഇവരെ നോക്കാൻ മെമ്പർ നോക്കിമാരുണ്ട്, വേലക്കാരുണ്ട്. എന്നെ ആര് നോക്കും? എന്നെ 1 2 ഒക്കെ സാർ എടുക്കും. അങ്ങനെ കൂടിപ്പോയ ഇന്ന് സൂര്യാസ്തമനം വരെ ആ പഴുതടവൻ അത്രയ്ക്ക് ആയസുള്ളൂ. അതെ, നാട്ടിലെ മുഴുവൻ പോലീസുകാരും അവനെ തപ്പി ഇറങ്ങിയിരിക്കുക. അവനെ പൊക്കിയിരിക്കും. யாருன்னு கண்டுபிடிங்கடே. എന്തായി? അവനെ കിട്ടിയോ? എല്ലാ സ്ഥലവും പരിശോധിക്കുന്നുണ്ട്. സംശയം തോന്നുന്നവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യാ. അവന്റെ ഏകദേശ രൂപത്തിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്നോട് എത്ര വട്ടം പറയണം. ഒരു കാര്യം ചെയ്യ്, കുറച്ച് മുളക് എടുത്ത് തന്നെ 2 കണ്ണുലോട്ട് കൂടെ ഇട്. അപ്പൊ അറിയാം ഏതൊക്കെ രൂപം വരുമെന്ന്. മുളക് പൊടി ശബ്ദം കേട്ട തിരിച്ചറിയാവോ? ഒരുതരം അടഞ്ഞ ശബ്ദ. ഇവനേതാ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ കാര്യത്തിന് ഒരുത്തനെ വരുത്തിയിട്ടുണ്ടെന്ന്. നിന്റെ നാടെവിടാ? കുറച്ച് തെക്കാ സാർ.
തെക്കും വടക്കൊന്നും വേണ്ട സാറേ. കൃത്യമായിട്ട് നാടും വീടൊക്കെ പറ സാറേ. അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. ഒന്നും നിർത്തടോ. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. എടോ, അവനെ ഇറക്കിയത് ആറാണിമുട്ടത്തുകാരാണെന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അവനെ തപ്പേണ്ടത് ഞങ്ങളുടെ അടുക്കളയിലല്ല, ആറാണിമുട്ടത്ത് പോയി പരിശോധിക്കടോ. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. ഭീകരനാണവൻ, ഭീകരൻ കൊട്ടും അവന് ഭീകരൻ. പഴയ ശിഷ്യനായിട്ട് വരും. മായൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി മേയാവി എന്ന് വിളിച്ചത് ഞാനാ. ആള് ഭയങ്കര സൈസാണോ ഫ്രാങ്ക്? സൈസ് ആണോന്നാ? ഒരു 6 അടി 3.5 പൊക്കം, ഒഴുക്ക് പോലത്തെ ശരീരം. ഇവര് ഇത്തിരി ഇവർ ചുമ്മാ അടിച്ചു വിടാറുപ്പാ. കാല് പോലും നിങ്ങളൊക്കെ അവന്റെ ഒരു കൈകുത്തിയാലേ നീയും നിന്റെ അപ്പനും ഈ എഴുന്നേറ്റ് നടക്കത്തില്ല. എന്നോട് ബഹുമാനം കാണിക്കാത്ത അവന്മാരെയും ഞാൻ അവന്റെ ലിസ്റ്റിൽപ്പെടുത്തുന്നുണ്ട്. കേട്ടില്ലേ? നാട്ടിലിപ്പോ ഇതുകൊണ്ട് സംസാരം. ഇനി ആ പെൺപിള്ളേരെ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോ അവന്മാരൊന്ന് വിറയ്ക്കും. ഏടി വരാങ്ങ. തോട്ടപ്പള്ളിയിലെ എച്ചിൽ നോക്കി പറ്റിയത് മാത്രമല്ല, അന്നയ്ക്ക് വന്ന നട്ടലുള്ള ആമ്പിള്ളാരും ഈ ഭൂമിയിലുണ്ടെന്ന് തെളിഞ്ഞില്ലേ? ഒരു പാവം പെകുച്ചിനെ കണ്ണീർ ഒടിപ്പിച്ചിട്ട് നീയൊക്കെ പടക്കം പൊട്ടിച്ച് രസിക്കുന്നു ഇല്ലടാ? ഉപകാരാ ഓ റെഡി. അവന്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കടാ. ഇന്ന് വിട്ടു. எதுக்கு இவங்க மேல? அதாவது அவரால் தானே அந்த பொண்ணுக்கு அப்படி ஆச்சுன்னு சொல்லிட்டு இவங்களுக்கு இப்படி பண்றாங்க. பட் இவரே காப்பாத்தலான்னு அவங்களுக்கு தெரியல. എന്താണാവോ ആഘോഷം? ആഘോഷം തന്നെയാടാ. തോട്ടപ്പള്ളിക്കാർക്ക് ഒരു എല്ല് കൂടുതലാണല്ലോ. ആ എല്ല് ഒടിഞ്ഞതിന്റെ ആഘോഷം. കിടന്ന് തുള്ളുന്നതല്ലേ? ഒരുത്തം മറന്നു കണ്ട് അടിയടിച്ചെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മകനല്ലേ ആ കൊലപാതകി? അവനെ രക്ഷിക്കാനാ ഇങ്ങനെ ഒരുത്തനെ ഇറക്കുന്നെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. നീ ഇപ്പൊ വിളിച്ചില്ലേ കൊലപാതകിന്ന്? അത് വിളിക്കേണ്ടത് ചത്തുപോയി നിന്റെ തന്തയാടാ. അവനാ കൊലപാതകി. ഒന്നും രണ്ടുമല്ല, 7 ശവശരീരങ്ങളാ ഒരേ ദിവസം എന്റെ വീട്ടുമുറ്റത്ത് നേരത്തെ കിടത്തിയത്. നിനക്ക് ഓർമ്മയുണ്ടോടാ സുരേന്ദ്ര? നിന്റെ തന്തയുടെ കൈ പിടിച്ച് നീ ആറാണിമുട്ടത്തെ പടി കയറി വരുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായെന്നാ പറഞ്ഞത്. പിന്നെ കുറച്ചൊന്നുമല്ല എന്റെ ഈ കൈ കൊണ്ട് വെച്ചുണ്ടാക്കി ഇവന്മാരെല്ലാം കൂടെ തിന്നു കൂട്ടിയത്. പിന്നെ ഇവന്റെ അച്ഛൻ ഇവിടുത്തെ പണിക്കാരനായി, പങ്ക് കച്ചവടക്കാരനായി, ഒടുവിലെല്ലാം ഒറ്റയ്ക്ക് വേണമെന്നായി. അതിനകൃഷ്ടം ചെയ്ത് എന്താണെന്നറിയോ? ഒരു വാഹനാപകടം ഉണ്ടാക്കി കുടുംബത്തിലുള്ള എല്ലാവരെയും ഒറ്റയടിക്ക് കൊല്ലാൻ നോക്കി. 7 പേര് അപകടത്തിൽ മരിച്ചത്. അതിന് കാരണക്കാരനായ ഇവന്റെ തന്റെ അയാൾ ഏർപ്പാടാക്കിയ ഡ്രൈവറെ എന്റെ മുൻ ശിവശങ്കരെ കൊന്നു എന്നുള്ളത് നേരാ. എന്നിട്ട് കാശും പണം ഉപയോഗിച്ച് അവൻ രക്ഷപ്പെടാൻ നോക്കിയില്ല. പോലീസിന് പിടികൊടുത്ത് ശിക്ഷ സ്വീകരിച്ചു. അവൻ പരോളിൽ വരുമ്പോ അവനെ തല്ലാനും കൊല്ലാനും ഒക്കെ നീ ഒരുക്കം കൂട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ മകന് ദൈവം ഉണ്ടടാ. അവനെ ദൈവം കാത്തോളും. யாருன்னு பாத்தே அவனுமே. ஆஹா, இவருக்கு பார்த்தா ஸ்டோரி தெரியுது. இவரோட ஆபீஸை யூஸ் பண்ணிக்கிறாரு இப்போ. ആഹാ, ഇത് ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങിയോ? ഹലോ, ആ സ്രാങ്ക് അവിടെ ഇല്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പര്. ധാരാളം കേട്ടാ മതി. ആ സ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാൻ നിങ്ങൾ ആര്? മായാവി. அவன் எல்லாத்தையும் பயமுத்துறேன். ശരി. பிராங்க வர சொல்றாரு. இது வடிவேல் காமெடி மாதிரி இருக்குப்பா. அர்ஜுன் வடிவேல் காமெடி மாதிரி இருக்கு. കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? ദാണ്ടെ സ്രാങ്ക് വരുന്നു. ഡാ, ആ ചേരങ്ങോട്ട് എടുത്തേ. ഒന്നുകൂടെ മാറി കൊടുക്കും. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. பண்ணு பாரு. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി. ഹലോ, ഞാനാ മായാവി. ഞാൻ എപ്പോഴാണ് നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി. அவள பெருக்காடியா? அப்படின்னா നീ എപ്പോഴാണ് എന്നെ തവളപ്രക്കാടി. കണ്ടത്? ഒരു കൈവതം മാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞ് നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. மட்டன் அடிச்சு சூப்பாக்குறாரா? நட்டுல அடிச்சு. ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും.
മനസ്സിലായില്ലേ? യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ആ ശരിയാടാ, സ്ലാങ് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി. ആരുമേടാ ആ ഞാനല്ലേ പറയുന്നത്, നിനക്ക് ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. ഇതാത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായതാ, തിരുപ്പതിയായി. ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാട്ടിക്കരുത്. നീ കേട്ടില്ല? ഈ സ്വാമിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് ഓക്കെ. ചുമ്മാ ആ ടീച്ചറിന് കയ്യിരുത്തെ നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊന്ന് വാങ്ങി നോക്കി ഇരിക്കും. അതൊന്നും കാര്യാക്കാനില്ല. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ ശ്രമം? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉറച്ചിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആളുകളായതൊക്കെ പതിവാ. നീ ഇന്ന് മുതൽ എന്റെ കൂടെ കൂടിക്കോ, ശിക്ഷനായിട്ട്. അത് വേണം. വേണം. അതാ ഒരു ഫ്രീ ചായ ഇവന് കൊടുക്കും. ശിശിനെ സെത്തിട്ടാரு. നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ സാറേ? പലഹാരം അല്ലട കൈതേ, പരിഹാരം. പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച് എടുത്തോളൂ. 2 ബോണ്ട, ഒരു ഓക്കെ ഓക്കെ. മമ്മി செய்வாங்க, நல்லா இருக்கும். ആശാന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും. സ്ലാങ് പറയും, അപ്പൊ കേട്ടാ മതി. സ്ലാങ് കാണിക്കും, അപ്പൊ കണ്ടാ മതി. എന്നാ ഒന്ന് കാണിക്ക് സ്ലാങ്. എല്ലാവരും കണ്ടോടാ എന്റെ കിച്ചന്റെ പുതിയ ഐറ്റം. ഇത് അതില്ല സ്ക്രിപ്റ്റിലേ ഇതെന്താ അയ്യോ, ഇനി തല്ലരുത്, ഞാൻ സത്യം പറഞ്ഞോളാം. ഞാൻ വ്യായാമല്ല, അവൻ പണി കഴിഞ്ഞ് പോയി. ഞാൻ സ്ലാങ്, അവനേക്കാൾ ഭയങ്കരനായ അവന്റെ ഭീകരൻ, ആട് ഭീകരൻ. എന്റെ ഭയങ്കരൻ വന്ന് നിന്റെ കഥ കഴിക്കും മുമ്പ് സത്യം മുഴുവൻ തുറന്നു പറ. പറഞ്ഞോളാം, ഇനി എന്നെ ഉപദ്രവിക്കാൻ. അതൊക്കെ ഞാൻ നീ സത്യം പറമോനെ ദിനേശ. പറമോനെ ദിനേശ. ഇവിടെ പണയം വെക്കാൻ കൊണ്ടുവന്നത് സ്വർണം തന്നെയാ. അത് മുക്കുവണ്ണോടൊന്ന് വരുത്തി തീർത്തത് തോട്ടപ്പള്ളിയിലെ സുഗുണം പറഞ്ഞിട്ടാ. ഇനി എന്നെ ഏൽപ്പിച്ച പണി. ഞാനും ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. എന്റെ ശിഷ്യന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇന്ദുവിന്റെ മുറിയിൽ ഭഗവന്മത്തനാക്കി ഇന്ദുവിന്റെ ഓഫീസ് മുറിയിൽ അവളറിയാതെ കൊണ്ടുപോയി കിടത്തിയത് ഞാനാ. ആ തോട്ടത്തിൽ സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ദു ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. നാട്ടുകാരെ അവൾ നിരപരാധിയാണ്. എൻട്രി கெத்த வராரு. ഈ എന്നെയാണോ എന്ന് വിളിച്ചത്? ആരുടെ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ, എപ്പോൾ, എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമ ശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമ ശിഷ്യനെ. പൊതുജനത്തിന്റെ മുമ്പ് വരാൻ പറ, എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാനെ തല്ലിയ ശിഷ്യന് നോവൂല്ലോ. നോവൂല്ലോ, തല്ലിക്കോ. ധൈര്യമുള്ള തന്തയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർ പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് വിഷമോ. നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്ന് ഉറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിട്ടി മാറ്റും ന്യായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ തല്ലിക്കോ. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നതാ. പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓടാ, അത് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ. சலி மாஸ் கட்டுறாரு இதுல. ராஜா ராஜா தீர் அதுவா பூஜா இல்லை நாளையில் எப்பவும் நான் ராஜா. ஆனந்த கண்ணீர் இல்லை கடையும் இல்லை, எப்பவும் நான் ராஜா ராஜா. ஆனந்த கண்ணீர். நான் ஒரு ஸ்மைல் വാച്ച് பண்ண போறோம். നീ പറഞ്ഞത് നേരെ കൊച്ചമ്മേ, ഇന്ദുവിനെ ഹാർബറിലേക്ക് തിരിച്ചെടുക്കണമെന്ന് എല്ലാ തൊഴിലാളികളും കൂടി തീരുമാനിച്ചു. ഒരു സ്വീകരണം തന്നെ തരാനാ പരിപാടി. ഫ്രാങ്ക് അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ.
എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യിപ്പിച്ചത് തോട്ടപ്പള്ളിക്കാരാണെങ്കിലും ഇപ്പൊ അത് തിരുത്തിപ്പിച്ചത് എന്റെ ശിഷ്യനാ മേയാവി. ആരാ? മേയാവി. മായാവി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇവനോടും ഹിന്ദുവും നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. ശ്രാങ്കെ ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണമുണ്ട്. അത് വിശിഷ്ടനായിട്ടുള്ള സംസർഗത്തിന് ലഭിച്ചതാ. അവന് മലയാളത്തിലേക്ക് ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വിലകൊടുത്ത കിട്ടില്ല. നിന്റെ ഈ ശിഷ്യൻ ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. അതൊക്കെ സമയമാകുമ്പോ വരും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, അവൻ കുറച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അറിയാലോ, ശിവശങ്കരൻ മുതലാളി ജയിലിൽ നിറങ്ങിയ ഒന്ന് കൊലപ്പെടുത്താൻ കാത്തിരിക്കാൻ തോട്ടപ്പള്ളിക്കാരി. மாயாவி காசு வாங்குறாருன்னு சொல்றாரு அவரு. അവൻ വാക്ക് കണ്ടിട്ടുണ്ട്. വിശ്വാസം മതി കേട്ടാ. വിശ്വാസക്കുറവൊന്നുമില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവനെ വലിയ വിശ്വാസമാണ്. പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പണം തരില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ വേറെ ആരെങ്കിലും തരുമോ? പണം എന്നെയല്ല, ഈ അമ്മൂനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. ആസ്പത്രി കിടപ്പുണ്ട്. അവന്റെ ചികിത്സക്കുള്ള പണം എത്രയാണെന്ന് അമ്മൂനറിയാം. അവളെ ഏൽപ്പിച്ചാൽ മതി. വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. ഞാനവന്റെ പേര് പറയട്ടെ, രമേശ്. സതീഷ്. സതീഷ് അങ്ങനെയല്ലേ ശ്രാങ്കനോട് പറഞ്ഞത്? എങ്കിൽ സതീഷ്. ഇവനെ പറയുന്നത് അതെ. അതേതാടി? ഞങ്ങൾക്കാർക്കും അറിയില്ലാത്ത നിനക്ക് ഇത്ര വേണ്ടപ്പെട്ട ഒരു പയ്യൻ. എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട്. അത് അവളുടെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? അതേ അമ്മച്ചി, ഈ ആധുനികവൽക്കരണത്തിൽ കവിതാക്കളെ പൊതുവെ ഫ്രണ്ട് എന്നാ പറയാറ്. നീ അങ്ങോട്ടാണ് ഈ തള്ളിക്കറി വരുന്നത്. അങ്ങോട്ട് ഇറങ്ങിക്കണം. மாயாவின்னு தெரியாதுல அவங்களுக்கு. പണം ഞാൻ കൊടുക്കാം. നീ പറഞ്ഞ പോലെ എന്റെ മോൻ ശിവശങ്കരന് ഒരു ആപത്തും വരാതെ അവൻ നോക്കുമല്ലോ. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീ ഏതാ? റോൾഡ് ഗോൾഡ് ഗ്യാരണ്ടി. എന്റെ അരുമ ശിക്ഷം മേയാവിയുടെ ശിവശങ്കരൻ മുരാളുടെ രക്ഷയ്ക്കായി എപ്പോഴും ഉണ്ടാവും. അവൻ നിന്റെ ശിഷ്യനാണെന്നല്ലേ പറഞ്ഞ? യെസ്. അപ്പോ ഒരു കാര്യം നിനക്ക് അറിയാൻ പറ്റുമല്ലോ. പറ്റും. மாயாவி யாரு? എങ്കിൽ പറ, ഈ മായാവി എന്തിനാ ഇവരെ സഹായിക്കുന്നേ? ഇവരുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം ലവ്വുன்னு சொல்ல போறாரு. അന്ന് ഇന്ദു ചെയ്ത ഭരതനാട്യം അവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. തന്നെ അവന് ഇഷ്ടപ്പെട്ടു. ലവ്ട്ടാரு நினைச்சேன். ഇന്ന് ഇന്ദുന്ന് വെച്ചാ അവന് ജീവനാണ്. ഐ മീൻ വാട്ടക്കരങ്ങില്ലാത്ത കോട്ടപ്പുറം ചത്ത പോലെ. അങ്ങനെയാണെങ്കിൽ അവനെന്തിനാ മറഞ്ഞു നിൽക്കുന്നത്? നേരിട്ട് വന്ന് പറഞ്ഞൂടെ? അതാണ് ഈ ന്യായാവിമാരുടെ പ്രത്യേകത. ന്യായാവികൾ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാറില്ല. കാരണം ഇന്ദുവിന്റെ ഇഷ്ടം അവനെ അറിയിച്ചിട്ടില്ലല്ലോ. ഒന്ന് അറിയിച്ചു നോക്കൂ, അവൻ എത്തും. அப்ப இந்து ஓகே சொல்லிட்டா வருவாருன்றாங்களா? നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവിടുന്ന് தலதண்டா போனோம். ശിഷ്യ മതി. മേലാൽ ഓട്ടേക്ക് ചെയ്യരുത്. ஓகே சாங்கா ஓடு நல்லா இருக்குது உங்களுக்கு. இன்ட்ரெஸ்டிங். வந்துட்டாரா சிவசங்கர்? മുതലാളിയല്ലേ അത്? ഇത് അയാള് തന്നെ. മുതലാളി എപ്പോ എത്തി? രാവിലെ എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. മീശ വെട്ടുമ്പോ ബോട്ട് അടക്കരുന്ന് പറഞ്ഞിട്ടില്ല പിശാശെ. ஓகே. இவங்க தெரிஞ்சவங்களா? தெரியாது. മഹി അല്ലേ? അതെ, എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ ശിവശങ്കരൻ, ഇവിടെ ആറാണിമുട്ടത്തെയാണ്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതുപോലെ ചില അവതാരങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ പുതുതായി എത്തുന്ന ഓരോരുത്തരെയും ഞാൻ അന്വേഷിച്ചിരുന്നു. ഇയാളാണോ ഗിരി? ഗിരിയ മഹിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവർക്ക് தெரிஞ்சிருச்சு. സംഭവമല്ല, ഇയാൾക്ക് പിടികിട്ടി. നമ്മളിപ്പോ ഇയാളുടെ ഭാഗത്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു. നമ്മളിപ്പോ കടലിനും ചെകുത്താനും നടക്ക. ഒന്നും പറയാൻ നിക്കണ്ട. ആഹാ, നിന്റെ യജമാനന്മാരൊക്കെ ഇങ്ങ് എത്തിയല്ലോടെ മഹി. എന്നെ കൊന്നത് നീയാണെന്ന് സമ്മതിച്ച എത്ര തരാന്നാ ഈ പുതുപ്പണക്കാര് പറഞ്ഞത്? പുതുപ്പണക്കാർ 8 ലക്ഷം അല്ലേ? അത് തീരെ കുറവല്ലേ മഹി? സുരേന്ദ്ര, ഈ കാര്യത്തിലെങ്കിലും നിന്റെ ആ പിശുക്കൊന്ന് കളയരുതോ? എന്റെ ഈ വരവ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്. അതുകൊണ്ട് പറയാ, മഹിയെ ഇനി ഈ നാട്ടിൽ കാണരുത്. പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങനെ നിനക്ക് പോകാൻ പറ്റില്ല ശിവശങ്കര. ஊர்ல புதுசா யாராச்சும் ஃபெலன் வந்திருக்காங்க பாருங்க. പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞോളൂ, അതിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞില്ല. പേടിക്കടാ, ഒരു കൊച്ചു പയ്യൻ വീട്ടിലല്ലേ നിന്റെ മോൻ.
അവൻ പേടിക്കും. നിന്റെ ശവം കാണുന്ന അന്നു മുതൽ ഞങ്ങളുടെ കൈകൊണ്ട് അവൻ ചാവുന്നവരെ പേടിക്കും. ஆப்ஸ் கேங்ல இவங்க தானே புதுசா இருக்காங்க 2 பேரும். അവന്റെ ഈ ഉമ്മാക്ക് കണ്ട് പേടിച്ചോടാനാ നിന്റെയൊക്കെ ഭാഗങ്ങള്. കഴിവരെ നിങ്ങളെ മാത്രല്ല നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ളവരെ കൂടെ കൊത്തി കീറുന്നോ. മുതലാളി വാങ്ങുന്ന പണ്ട ഞങ്ങളൊക്കെ കൂട്ടുന്നുണ്ട്. പിന്നെ എന്റെ പ്രിയ ശിഷ്യനും കൂട്ടുന്നുണ്ടാവും. மாயாவி. മായാവി ഇനി എനിക്ക് കാണേണ്ടത് അയാളെയാ. വരും, സമയമാകുമ്പോ മുമ്പിൽ വരും. ചിലപ്പോ അതിനു മുമ്പ് ഞാൻ അവന്റെ മുമ്പിൽ ചെല്ലും. ஆபரேஷன் முடிஞ்சா? വെരി ഗുഡ്. മണ്ടക്കുളറിലും എന്താ ശരി. അമ്മയിരിക്കും. ശങ്കരേട്ടൻ ഇവിടെ ഇരിക്കാം. ഇവിടെയുള്ള മുറിയില് രണ്ടാൾക്ക് തികച്ചു നിൽക്കാൻ പറ്റില്ല. ഓ, ജയിലിലെ സൗകര്യം വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ധാരാളം. என்னது? ഓ அவங்க അണ്ണൻ ലെറ്റർ കൊടുത്തിട്ട് പോയപ്പോഴാ. നീ പോയാൽ പിന്നെ ഇവിടെ ഒരു രസവുമില്ല. നിനക്ക് കത്തെഴുതാൻ ഇവിടെ തലക്കടിയാ. മുമുക്കോയ എഴുതിയിരിക്കാரு. അതുകൊണ്ട് നിർത്തുന്നു. സ്വന്തം കോയ. എന്താ ഇത്? മായാവിക്കുള്ള കഥ. എനിക്ക് വേണ്ടി കോയൊക്കെ എഴുതുന്നത് പ്രിയപ്പെട്ട മായാവി തിരിച്ചിങ്ങോട്ട് വരാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം. എങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയാൽ മാനദണ്ഡത്തോടെ ശശി. ഞാൻ പറഞ്ഞില്ലേ ഈ മായാവി എന്ന് പറയുന്നവൻ സതീഷുമായി നല്ല ബന്ധമുള്ള ആളാണെന്ന്. ഇന്നത്തെ ദിവസം അവനിവിടെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാ ഞാനും നിങ്ങളോടൊപ്പം പോകുന്നത്. അപ്പോ മായാവിയെ കണ്ടുപിടിച്ച് അടങ്ങുന്നുള്ള വാശിയിലാണല്ലേ? പിന്നെ ഇത്രയ്ക്കും വീരനായ ഒരുത്തനുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിയാതിരുന്നാൽ എങ്ങനെയാ? ഇതാരുടെ അമ്മേ? ആ, അത് പറയാൻ മറന്നു. സതീഷിന്റെ ഏട്ടൻ ബാലനെ മോള് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. അവൻ വന്നിട്ടുണ്ട്. Oh my god, now he's gonna get exposed. அவர் இப்படி வந்தாரு. அவருக்கு முடிய போகுது ஆல்மோஸ்ட், அதனால வந்துட்டாரு. പറഞ്ഞു നാവെടുത്തതേ ഉള്ളൂ, ആളിങ് എത്തിയല്ലോ. നിനക്ക് ഇവരെയൊക്കെ മനസ്സിലായോ മോനെ? ആറാണിമുട്ടത്തെ ശിവശങ്കര മുതലാളിയാ. ഓ, അമ്മ എല്ലാം പറഞ്ഞിരുന്നു. സതീഷിന്റെ ഓപ്പറേഷനുള്ള പണം തന്നതിന് നേരിട്ട് വന്ന് കണ്ട് നന്ദി പറയാനിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവിടെ വന്നാൽ താങ്കളെ നേരിട്ട് കാണാനാവുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. നിന്നെ കാണാൻ കാത്തിരിക്കായിരുന്നു ഇതുവരെ. നീ ഇതെവിടെ പോയതാ? ഒന്നും പറയണ്ടമ്മേ, ഒരു കൊച്ചു പയ്യൻ അവനൊരു കാർ ഒന്ന് ഒറ്റയിടി. ചെറുക്കൻ ചോരയെ കുളിച്ച് താഴ്ന്നു. കാർ നിർത്താതെ ഒറ്റ പോക്ക. ഞാൻ ആ കാറിനെ ചേസ് ചെയ്ത് പിടിച്ചു. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോ ഇതൊരു സ്ഥിരം പണിയല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൺമുന്നിൽ കാണാൻ അവഗണിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള മനസ്സ് വളരെ അപൂർവം ആളുകൾക്ക് കിട്ടും. 1,00,000 1 or 2 പേർക്ക്. അവരെ പലപ്പോഴും ആരും തിരിച്ചറിയാറുമില്ല. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ അല്ല. ഈ ബാലൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞങ്ങൾ ഇത്രയും പേർ തിരിച്ചറിഞ്ഞു. ഇവരെ മായാവി നിனைச்சுக்கிட்டாங்க. നിന്ന് കണ്ണു പിടിക്കണ്ട. താൻ വലിയ കടുവയാണെങ്കിലേ അതിനെ പിടിക്ക കിടുവയാ ഞാൻ. ഇപ്പോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായ സ്ഥിതിക്ക് ഇനി മറഞ്ഞു നിന്നുള്ള ഏർപ്പാട് വേണ്ട. അതെ, കാര്യങ്ങളൊക്കെ നേരിട്ടാവാം. വീട്ടിലേക്ക് വരണം. ഇനി ക്ഷണിക്കാഞ്ഞിട്ടാ വരാത്തെന്ന് പറയരുത്. താ ക്ഷണിച്ചിരിക്കുന്നു. അത് തന്നെ. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഇവരുടെ മായാവി നിனைச்சிட்டாங்க. അറിയാലേ? ഓ, നമുക്കിറങ്ങാം. ചേച്ചി എങ്ങനെ വരുന്നുണ്ടോ? ஆமா, அவர்தான் மாயாவி நினைச்சுக்கிட்டாங்க. இவங்களுக்கு ஒரு கன்ஃபியூஷன் இருக்கு. ஆனா ஓகே, பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம். பை பை.